ഡീസൺ കലോത്സവത്തിൽ SFI യൂണിറ്റ് സെക്രട്ടറി ആശിഷ് കൃഷ്ണനെ ആക്രമിച്ച പ്രതികളെ രമേശ് ചെന്നിത്തല ജയിലിലെത്തി സന്ദർശിച്ചു. കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിലേക്കിറങ്ങാൻ നിർബന്ധിതരാക്കരുതെന്നും പോലീസിനോട് ചെന്നിത്തലയുടെ വെല്ലുവിളി. എനിക്ക് പറയാനുള്ളത് ഞങ്ങളെയൊക്കെ റോഡിൽ ഇറക്കരുതെന്ന് മാത്രമാണ്. ഇത് ശരിയായ നടപടിയല്ല. പോലീസ് ആക്ട് ചെയ്യുക, ഞങ്ങളുടെ കുട്ടികളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ റിമാൻഡ് ചെയ്ത് ജയിലിലാക്കുന്നു. ഞങ്ങളുടെ കുട്ടികളെ അടിക്കുന്നവരുടെ പേരിൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? അപ്പോൾ ഏകപക്ഷീയമായി SFIക്ക് പോലീസിൻ്റെ സംരക്ഷണം കൂടെ കിട്ടുന്നു. അല്ല, ആംബുലൻസ് തകർത്ത് ആളുകൾക്ക് ആശുപത്രി പോലും കൊണ്ടുപോകാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അല്ല, അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അതൊക്കെ രാഷ്ട്രീയമായ കേസുകളായിരിക്കും. എല്ലാം എന്താണ്. ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, ഈ KSUക്കാരുടെ ഈ തരത്തിലുള്ള ആക്രമണത്തെ ന്യായീകരിക്കുക കൂടിയാണ് മുതിർന്ന നേതാവ് കൂടിയായ ചെന്നിത്തല. അസിത, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കഴിഞ്ഞ തവണ ധീരജ് കൊലക്കേസ് നടന്ന സമയത്ത് നിഖിൽ പൈലിയെ K സുധാകരൻ എങ്ങനെയാണോ ചേർത്ത് നിർത്തിയത്, അപ്രകാരം തന്നെയാണ് ഇന്ന് രമേശ് ചെന്നിത്തലയും ഈ ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള നേതാക്കളെ ചേർത്ത് നിർത്തിയിരിക്കുന്നത്. വിയൂർ ജയിലിൽ വൈകിട്ട് 4:30യോടെയാണ് രമേശ് ചെന്നിത്തല എത്തിയത്. ഇവരെ കണ്ടിറങ്ങിയ രമേശ് ചെന്നിത്തല പോലീസിനോടൊരു വെല്ലുവിളി എന്ന രീതിയിലാണ് പറഞ്ഞത്. തങ്ങളെ ഇനി റോട്ടിൽ ഇറക്കരുത് എന്നൊരു വെല്ലുവിളി കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അതായത് തങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റികൾ നടത്തുന്നതിനെ ന്യായീകരിക്കുകയും അതിനോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്ത് വന്ന നിസ്സംഗത മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നൊരു വിചിത്രമായൊരു ന്യായം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനകത്ത് ഇത്തരത്തിൽ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വലിയ ഇരുമ്പ് വടിയുമായി ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതെല്ലാം സ്വാഭാവികമായ പ്രതികരണം മാത്രമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ അക്രമം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ കൃത്യമായിട്ട് SFIയും അതുപോലെ തന്നെ ഈ മർദ്ദനത്തിന് ഇരയായവരും പറഞ്ഞിരുന്നു. നേതൃത്വത്തിൻ്റെ കൃത്യമായ അറിവോട് കൂടിയിട്ടാണ് KSU ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ ഇത്തരമൊരു ആക്രമണം നടന്നുള്ളത്. അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ നടപടികളോ ആണ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അവസാനമായിട്ട് രമേശ് ചെന്നിത്തല പറയുന്നതും അത് തന്നെയാണ്. ഞങ്ങളുടെ പ്രവർത്തകരെ ഇനിയും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ റോഡിലേക്ക് ഇറങ്ങും എന്നൊരു ഭീഷണി പോലീസിനോട് പറയുന്നു. അതുപോലെ തന്നെ പോലീസിൻ്റെ നിസ്സംഗതയാണ് ഇതിന് എന്നൊരു വിചിത്ര ന്യായവും അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അസിത, ശരി, ശരത് ഓങ്ങല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.